ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം ദൈവമക്കളെ ബോധിച്ചുണർത്തുകയാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രത്യാശയുടെ അടിസ്ഥാനത്തിലല്ല താൻ മുന്നോട്ട് യാത്ര തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ വെച്ചുണ്ടായ അതിദാരുണമായ തീപിടുത്തത്തിൽ അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ചില ഭക്തർ ആ മരണത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവരുടെയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ കേട്ട സാക്ഷ്യങ്ങളുണ്ട്. പെട്ടെന്ന് നനയ്ക്കാത്ത നാഴിയിൽ അവർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഇങ്ങനെയുള്ളതായ അതിദാരുണമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരു ഭക്തൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ആ ശവസംസ്കാര ശുശ്രൂഷകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അനേകരുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഇതുപോലുള്ളതായ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്ന ചിന്ത വളരെയധികം ദുഃഖകരമാണ്. ചിലപ്പോൾ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പൗലോസ് ഇവിടെ മറുപടി പറയുന്ന ആ വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ അർത്ഥവത്താണ്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്താണ് പൗലോസ് പറയുന്നത്? സാധാരണ ജനങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ ദാരുണമായ സംഭവങ്ങളും ഒരു ഭക്തന് സംഭവിക്കാം. അപകട മരണങ്ങൾ, അല്ലേ, എല്ലാ രോഗങ്ങളും എല്ലാം സംഭവിക്കാം. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ ആ ഭക്തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങൾ, അവരുടെ ജീവിതത്തിൽ വളരെ ദുഃഖം ഉണ്ടാകും. ഒരുപാട് സമയം അതിൽ നിന്നും അവർ റിക്കവർ ചെയ്യുവാനായിട്ട് എടുക്കും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണിത്. വൈ? എന്തുകൊണ്ടിത് സംഭവിച്ചു? പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ ലോകത്തിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ ഒരു ഉയർപ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഉയർപ്പുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ, ഞാൻ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുക, ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അതാണ് പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അതുമാത്രമേ നമുക്ക് സനാതനമായി ഇവിടെയുള്ളൂ. ഏത് ദാരുണമായ അവസ്ഥകളിലും, ഏത് ട്രാജഡീസിലും, ഏത് രോഗത്തിൻ്റെ മധ്യത്തിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് ഒരു ഭക്തനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങൾ, രോഗങ്ങൾ, ട്രാജഡികൾ, ആക്സിഡൻറ്റുകൾ ഒക്കെ സംഭവിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വരുവാനിടയായിത്തീരും. അവിടെയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ സനാതനമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, രക്ഷയുടെ സന്തോഷം. അതാർക്കും എടുത്തു മാറ്റുവാൻ സാധ്യമല്ല. അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്.
ദരിദ്രനെന്നോ സമ്പന്നനെന്നോ രോഗിയെന്നോ രോഗിയല്ലാത്തവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിലായാൽ അന്നു മുതൽ ആനന്ദിക്കുന്ന ഒരു സന്തോഷം, അന്നു മുതൽ ആരംഭിക്കുന്ന ഒരു സന്തോഷം, അത് സനാതനമാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറുന്നതല്ല. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മെ പിന്തുടരും ഏത് സാഹചര്യത്തിലും. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് നമുക്കൊരു ഉയർപ്പുണ്ട്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളതായ നമ്മുടെ പർപ്പസ്. ഉയർപ്പുണ്ട്. പൗലോസ് മറ്റൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായിട്ടുള്ളതായ കാര്യങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ധൈര്യപ്പെടുവാൻ ഈ 3 നങ്കൂരങ്ങൾ മാത്രമേ ഉള്ളൂ. രക്ഷയുടെ സന്തോഷം, 2 സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, 3 ഒരു ഉയർപ്പ് നമുക്കുണ്ട്. മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അല്ല, നമ്മൾ ജീവനോടെ ശേഷിക്കുകയാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടും. അവിടെയാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത്. അതുവരെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഭക്തനെ മറ്റു മേഖലകളിൽ വ്യത്യസ്തമായി കാണുവാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ അപകടത്തിലേക്ക് നമ്മെ നയിക്കും. പണം കൊണ്ട് ഒരു ഭക്തനെ വ്യത്യസ്തനാക്കുവാൻ സാധ്യമല്ല. നമ്മേക്കാൾ പണമുള്ള ആളുകൾ എത്രയോ ഉണ്ട്. ആരോഗ്യം, മരണം, ഏത് രീതിയിൽ മരിക്കുന്നു, ഇതൊക്കെ നമുക്കും അല്ലാത്തവർക്കും ഒരുപോലെയാണ്. എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ്റെ പിതാവ് ബസ്സിൽ നിന്ന് വീണ് മരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് സംഭവിക്കാമോ? സംഭവിക്കാം. പക്ഷെ അവിടെയല്ല ഒരു ഭക്തനെ വ്യത്യസ്തനാക്കുന്നത്, ആ ഭക്തൻ എവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഉണ്ടായതായ ഈ ദാരുണമായ സംഭവത്തിൽ അനേകർ ദുഃഖിക്കുകയാണ്. ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. എന്നാൽ ഒരു ദൈവവൈദ്യനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, രക്ഷയുടെ സന്തോഷം, ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് കാണുമെന്നുള്ളതായ പ്രത്യാശ, ഈ 3 മാത്രമേ നമ്മെ മുന്നോട്ട് നയിക്കുകയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭക്തനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതായ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രയാസങ്ങളിൽ അവൻ കൂടെയിരിക്കും. നമ്മുടെ രോഗങ്ങളിൽ അവൻ നമ്മെ സൗഖ്യമാക്കും. എന്നാൽ അതിനപ്പുറത്ത് എന്തെല്ലാം ഈ ലോകത്തിലുള്ള ആളുകൾക്ക് സംഭവിക്കാമോ നമുക്കും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു, കോവിഡ് ദൈവമക്കൾക്ക് വരികയില്ല എന്ന്. എന്നാൽ എന്ത് സംഭവിച്ചു? അതിലൊന്നുമല്ല നമ്മുടെ വ്യത്യസ്തത. നമ്മുടെ വ്യത്യസ്തത എന്തു സംഭവിച്ചാലും ദൈവം നമ്മെ നിലനിർത്തും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപമ, പാറമേൽ വീട് പണിത മനുഷ്യൻ, മണൽമേൽ വീട് പണിത മനുഷ്യൻ, 2 കൂട്ടരുടെ മേലും അടിച്ചതായ കാറ്റ് ഒരുപോലെയുള്ളതായിരുന്നു. ഒരു വ്യത്യാസമില്ല. കാറ്റിലല്ല അതിൻ്റെ വ്യത്യസ്തത. പാറമേൽ വീട് പണിത മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്. അവൻ ഉറച്ചു നിന്നു, രക്ഷയുടെ സന്തോഷത്തിൽ ഉറച്ചു നിന്നു, ദൈവിക സമാധാനത്തിൽ ഉറച്ചു നിന്നു, ഇനി വരുവാനുള്ളതായ പ്രത്യാശയിൽ അവൻ ഉറച്ചു നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഇതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. ഇതായിരിക്കട്ടെ നമ്മുടെ അടിസ്ഥാനപരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് ആവശ്യമായ കാര്യങ്ങൾ. ഇതിലല്ലാതെ ഒന്നിലും നമ്മൾ ധൈര്യം കണ്ടെത്തരുത്. കണ്ടെത്തിയാൽ ഒരു ദിവസം നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ. അവസാനമായി ഒരു വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 തിമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് ദൈവഭക്തിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും
വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയ. ഒന്നിൻ്റെ മാത്രമല്ല, ആ പ്രോമിസിൻ്റെ രണ്ട് സൈഡുണ്ട്. ഇപ്പോഴുള്ളതിൻ്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. എന്തു സംഭവിച്ചാലും ഈ വാഗ്ദത്തത്തിന് രണ്ട് സൈഡുണ്ട്. ഇവിടെ ശദ്രക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞതുപോലെ ഈ തീയിൽ നിന്ന് വിടുവിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് സാധിക്കും. ഇല്ലെങ്കിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല. അതാണ് ദൈവഭക്തിയുടെ അസന്തുലിത എന്ന് പറയുന്നത്, ബാലൻസ്ഡ്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവഭക്തിയുടെ ഒരു ഭാഗം മാത്രമേ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നത്. അത് അപകടമാണ്. ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ വളരെ പ്രയോജനകരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഈ ദൈവഭക്തി ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. ആ ദൈവഭക്തിയുടെ ഘടകമാണ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ. രക്ഷയുടെ സന്തോഷം, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം, വിയർപ്പിൻ്റെതായ വരവിൻ്റെതായ പ്രത്യാശ. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതയാത്ര ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.